2008 ഡ്രീം വർക്സ് ആനിമേഷൻ പുറത്തിറക്കിയ സിനിമയാണ് മഡഗാസ്കർ എസ്കേപ്പ് ടു ആഫ്രിക്ക. ഈ സിനിമയുടെ തന്നെ ഒന്നാം ഭാഗമായ മഡഗാസ്കർ 1 നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. അതിന്റെ ലിങ്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണുക. എന്നാൽ മാത്രമേ കഥ മനസ്സിലാവുള്ളൂ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ആഫ്രിക്കയിലെ ഒരു കാട്ടിൽ നിന്നും സൂബ എന്ന അച്ഛൻ സിംഹം തന്റെ മകനെ എതിരാളികളെ എങ്ങനെ ആക്രമിക്കാമെന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അച്ഛൻ അവനോട് സംസാരിക്കുന്നു. എടാ അലകായി, നിനക്ക് എന്നെ പോലെ ഭാവിയിൽ വലിയ രാജാവാവണമെങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ പരിശീലിക്കണമെന്നൊക്കെ പറയുന്നു. ശേഷം അച്ഛന്റെ കയ്യിലുള്ള അടയാളം കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, ഇത് എന്റെയും നിന്റെയും ഒക്കെ കയ്യിലുണ്ട്, ഇത് നമ്മുടെ അടയാളമാണ്. അപ്പോ എന്റെ കാലശേഷം നീ ആയിരിക്കണം ഇവിടത്തെ രാജാവെന്നും പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും പോരാട്ടം പഠിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അലകായി വീണ്ടും ഡാൻസ് കളിക്കുകയാണ്. ഈ സമയം മക്കൂങ്ക എന്ന ഒരു സിംഹം അങ്ങോട്ടേക്ക് എത്തുകയും സൂബയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവനെ കൊണ്ട് ഇതൊന്നും നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നീ ആ രാജാവിന്റെ സ്ഥാനം എനിക്കിങ്ങിതാ, എന്നാ പിന്നെ നിനക്ക് മറ്റു കാര്യങ്ങളൊന്നും നോക്കണ്ട, ഇവനെ കളിപ്പിച്ചിങ്ങനെ നടന്നാ മതിയെന്നും പറഞ്ഞതും നിനക്കെന്തിനാ രാജാവിന്റെ സ്ഥാനം എന്നൊക്കെ സൂബ ചോദിച്ചതും നിന്നേക്കാൾ നല്ല മുടി എനിക്കുണ്ട്, സൗന്ദര്യവുമുണ്ട്, നിന്നേക്കാളും ഇരട്ടി ശക്തിയും ഉണ്ടെന്ന് പറഞ്ഞതും അലകായ് മോനെ എങ്ങനെയാണ് ഒരാളെ അടിച്ചു വീഴ്ത്തേണ്ടതെന്ന് അച്ഛൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവനെ സൂബ എടുത്തിട്ട് ഇടിച്ചോണ്ടിരിക്കുകയാണ്. എന്നാൽ അലകായ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു പൂമ്പാറ്റയുമായി കളിക്കുന്നതിനിടെ ഒരു കയറവിടെ ഇളകുന്നത് കണ്ട് അതിന്റെ പുറകെ തന്നെ ചെല്ലുകയും അത് പോകുന്നതോടൊപ്പം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. സൂബയാണെങ്കിൽ മക്കൂങ്ങയൊക്കെ ഇടിച്ചിട്ട് ജയിച്ചതും അലകായ് ഇങ്ങനെയാണ് ഒരു ഫൈറ്റിൽ ജയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോ അലകായോടെ കാണാനില്ല. ഇതിനിടെ അലകായ് കയറിന്റെ പുറകെ പോയി എത്തുന്നത് മനുഷ്യരുടെ അടുത്തേക്കാണ്. അവരവനെ കണ്ടതും അവനെ പിടിച്ച് പെട്ടിയിലിട്ട് പൂട്ടി വണ്ടിയിലേക്ക് വെച്ചിരിക്കുകയാണ്. ഈ സമയം സൂബ അവനെ ഒരുപാട് വിളിച്ചു നോക്കുന്നതിനിടെ അവൻ വണ്ടിയിലെ പെട്ടിയിലുണ്ടെന്ന് സൂബയ്ക്ക് മനസ്സിലായതും സൂബ വണ്ടിയുടെ പുറകെ തന്നെ ഓടുകയും ഓടി ഓടി വണ്ടിയിലേക്ക് ചാടി കയറിയതും പേടിക്കണ്ട മോനെ, അച്ഛൻ നോക്കിക്കോളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ പെട്ടി കെട്ടിയ കയറങ്ങ് മുറിച്ചു കളഞ്ഞതും അതിലുള്ള മനുഷ്യൻ തോക്കെടുത്ത് സൂബ അങ്ങ് വെടിവെച്ച് കളയുന്നു. അപ്പോഴേക്കും പുഴയുടെ അടുത്ത് നിന്നും വണ്ടി ഓടിച്ചെടുക്കുമ്പോ കയറ് പൊട്ടിയ അലകായുടെ പെട്ടി പുഴയിലേക്ക് അങ്ങ് തെറിച്ചു പോവുകയും ചെയ്യുന്നു. ഇതോടെ ചെവിക്ക് വെടിയേറ്റിരിക്കുന്ന സൂബയാണെങ്കിൽ അലകായ് വണ്ടിയിൽ തന്നെ ഉണ്ടെന്ന് കരുതി വണ്ടിയുടെ പുറകെ തന്നെ വീണ്ടും ഓടുകയാണ്. എന്നാൽ അവനാണെങ്കിൽ പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി നടുക്കടലിലൂടെ ഒഴുകി പോകുമ്പോ സിനിമ ടൈറ്റിലിട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ അലകായ് എത്തിയിരിക്കുന്നത് ന്യൂയോർക്കിലെ കടലിലേക്കാണ്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അവനെ കിട്ടിയതും അവനെ ന്യൂയോർക്കിലെ സൂവിലേക്ക് അവർ ആക്കുകയും ചെയ്യുന്നു. അവിടെ എപ്പോഴും അവനെ കാണാൻ വേണ്ടി ആള് വരുന്നത് കണ്ട് ഒരു സിംഹത്തിന്റെ പ്രതിമ പോലെ അവിടെ വരച്ചിരിക്കുന്നത് അവൻ കാണുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുന്നു. ഇതോടെ ആളുകളൊക്കെ കൈയടിക്കുകയും അതുകണ്ട് അവന് ആകെ ആവേശം കയറി അവരുടെ മുന്നിൽ വെച്ച് ഡാൻസ് കളിക്കുകയും എല്ലാവരും അവനെ കണ്ട് കൈമുട്ടുകയും ചെയ്യുന്നു. മറ്റ് മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അവനെ നോക്കുകയും അതിലെ കുട്ടിമാർട്ടി ഇവനെന്ത് ഷോ ഓഫ് ആടെ എന്നൊക്കെ അവരോട് പറഞ്ഞതും അവൻ നല്ല ക്യൂട്ടാണ്, അതുകൊണ്ടാണ് ജനങ്ങൾ കൂടുന്നതെന്ന് ഗ്ലോറിയയും പറയുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതും അലകായി വലിയ സിംഹമായി വളർന്നിരിക്കുകയാണ്. അവന്റെ അച്ഛനിട്ട പേരാണ് അലകായ്. ഇപ്പോൾ സൂയിലെ ആൾക്കാർ അവനിട്ടിരിക്കുന്നത് അലക്സ് എന്നാണ്. അപ്പോഴാണ് മാർട്ടിക്കും ഗ്ലോറിയക്കും മേൽമേനൊക്കെ ആ കാര്യം മനസ്സിലാവുന്നത്. അവനെ കാണാൻ ആള് കൂടുന്നത് അവനൊരു സിംഹമായതുകൊണ്ടാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ന്യൂയോർക്ക് സെൻട്രൽ പാർക്ക് സൂയിൽ നിന്നും ചാടിയ മൃഗങ്ങളെ പെട്ടിയിലാക്കി കപ്പലിൽ ആഫ്രിക്കയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവര് ആഫ്രിക്കയിലേക്ക് എത്തിയിട്ടുമില്ല, കപ്പലാണെങ്കിൽ കാണാനുമില്ല. സൂയിൽ അലക്സ് എന്ന സിംഹത്തെ കാണാൻ വരുന്നവരൊക്കെ സങ്കടത്തിലാണെന്നും ഒരുപാട് ആൾക്കാര് സൂയിൽ ഒന്നിച്ചു ചേർന്ന് അലക്സിനെ ആലോചിക്കുകയും അവൻ ജീവനോടെ ഉണ്ടോ അതോ അവരിപ്പോ എവിടെയായിരിക്കുമെന്നൊക്കെ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവരാണെങ്കിൽ പാട്ടും പാടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. We like to move it. America now. Like to അവരിപ്പോൾ മുൻപ് ആ കാട്ടിൽ വീണ ഫ്ലൈറ്റ് ഒക്കെ ശരിയാക്കിക്കൊണ്ട് ന്യൂയോർക്കിലേക്ക് പോവാൻ നോക്കുകയാണ്. അലക്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവരോടും യാത്രയൊക്കെ പറയുന്നതിനിടെ കിങ് ജൂലിയൻ കേക്കിന്റെ ഉള്ളിലൂടെയൊക്കെ എൻട്രി നടത്തുകയും ജൂലിയന്റെ ആൾക്കാരെ അത് കണ്ട് വലിയ ആവേശം കൊള്ളുകയും ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ കാര്യം അങ്ങ് പറയുകയാണ്. ഞാനും എന്റെ ശിഷ്യനായ മൗറിസും കൂടെ ന്യൂയോർക്കിലേക്ക് വരികയാണെന്ന് പറഞ്ഞതും വരണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന് അലക്സ് പറയുമെങ്കിലും ഞാൻ വരുമെന്ന് മൗറിസ് പറയുകയും ഇത് എന്റെ പ്ലെയിനല്ലേ എന്നും പറയുന്നു. ശേഷം അവന്റെ ജനങ്ങളോട് ഞാൻ പുതിയ രാജ്യമൊക്കെ കണ്ടിട്ട് വരാം, അതുകൊണ്ട് അതുവരെ നിങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഓന്താണെന്ന് പറഞ്ഞതും മൃഗങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാത്തത് കണ്ട് നിങ്ങൾ കേക്ക് കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആവേശം കൂട്ടുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞനായ മോർട്ട് പ്ലെയിനിലേക്ക് കയറാൻ വരുന്നത് കണ്ട് ജൂലിയൻ അവനെ പിടിച്ചു വെക്കാൻ കാവൽക്കാരോട് പറയുകയും എല്ലാവരും പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിലേക്ക് തള്ളിക്കയറ്റിയതും പെൻഗിൻസ് എല്ലാം ഓൺ ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം മോർട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കയറാൻ ശ്രമിക്കുന്നതിനിടെ ജൂലിയൻ ഡോർ അങ്ങ് അടച്ചു കളയുന്നു. ഈ ഫ്ലൈറ്റ് ഒക്കെ കറക്റ്റ് ശരിയാക്കിയിരിക്കുന്നത് പെൻഗിൻസ് ആണ്. ഇതിനിടെ ക്യാപ്റ്റൻ
സ്കിപ്പർ ആണെങ്കിൽ മറ്റ് മൃഗങ്ങൾക്കൊക്കെ നമ്മളിപ്പോ പുറപ്പെടുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ കോമഡി പെൻഗ്വിൻ ആണെങ്കിൽ അവർക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനിടെ അത് പൊട്ടിപ്പോകുന്നു. ഇതോടെ ഫ്ലൈറ്റിന്റെ എഞ്ചിൻ ഓൺ ചെയ്തതും അമ്പ് വെക്കുന്നത് പോലെ ഫ്ലൈറ്റ് അങ്ങ് എടുത്തെറിഞ്ഞതും ഫ്ലൈറ്റ് താഴേക്ക് അങ്ങ് പോവുകയും എന്നാൽ വീഴുന്നതിന് മുന്നേ പറന്ന് ഉയരുകയും മുന്നോട്ട് പറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഒരുപാട് പോയതും ഇടിയൊക്കെ എടുക്കുന്നത് കേട്ട് ഉറങ്ങുന്ന അലക്സ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീക്കുന്നു. എന്നിട്ട് അവൻ പുറത്തേക്ക് നോക്കിയതും അവിടെ മോർട്ട് ഇരിക്കുന്നത് കണ്ട് അവൻ പേടിക്കുകയും മോർട്ട് അങ്ങ് പറന്നു പോവുകയും ചെയ്യുന്നു. അവൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് മോർട്ട് പറന്നു പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയെന്നാണ്. അങ്ങനെ അവർ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഗ്ലോറി ആണെങ്കിൽ ഒരു കാര്യം പറയുന്നു. എനിക്കൊന്ന് ന്യൂയോർക്കിലേക്ക് എത്തിയിട്ട് വേണം ഒരു ചുള്ളൻ ചെക്കനെ കണ്ടുപിടിച്ചിട്ട് ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആവാൻ എന്ന് പറഞ്ഞതും കല്യാണമാണോ എന്ന് മെൽമൻ ചോദിച്ചതും അതേ എന്നും ഗ്ലോറിയ പറയുകയും അതോടെ അവന് ആകെ വിഷമമാവുകയും ചെയ്യുന്നു. അവന് ഗ്ലോറിയെ ഇഷ്ടമാണ്. അവനാണെങ്കിൽ അവിടെ നിന്ന് ഒന്ന് മാറാൻ വേണ്ടി ഞാനൊന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയം ജൂലിയൻ രാജാവാണെങ്കിൽ അതിലുള്ള TV കണ്ട് വളരെയധികം സന്തോഷിക്കുകയും അതിലെ ഒരു പ്ലെയിന് പൊട്ടിത്തെറിക്കുന്നത് കണ്ട് എനിക്കൊന്ന് പ്ലെയിൻ പൊട്ടിത്തെറിക്കുന്നത് നേരിൽ കണ്ട കൊള്ളാമെന്നുണ്ടെന്നും പറയുന്നു. ഇതിനിടെ മേൽമാൻ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്, എനിക്കും എന്റെ ശിഷ്യന് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ പെൻഗിനോട് ഫുഡ് എടുക്കാൻ പറഞ്ഞതും ഇപ്പൊ കൊണ്ടുതരാമെന്നും പറയുന്നു. ഈ സമയം സ്കിപ്പർ ആണെങ്കിൽ പ്രതിമയായ ഒരു പെൺകുട്ടിയോടൊക്കെ സംസാരിക്കുമ്പോൾ കോവാസ്കി സ്കിപ്പറിനെ വിളിക്കുകയും കാര്യം പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഫ്ലൈറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട്, ഈ ലൈറ്റ് അതാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞതും സ്കിപ്പർ റീക്കോയോട് പ്ലെയിനിന്റെ മാനുവൽ അങ്ങ് മേടിക്കുകയും ആ ലൈറ്റ് ഇടിച്ചു പൊളിച്ചങ്ങ് കളയുന്നു. അപ്പോഴാണ് കോവാസ്കി ഫ്ലൈറ്റിന്റെ ഫ്യൂല് തീർന്നെന്ന് പറയുന്നത്. അപ്പൊ തന്നെ എഞ്ചിന് ഓഫ് ആവാൻ പോവുകയാണ്. ഇതോടെ പെൻഗിൻസ് ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡി ആയതും സ്കിപ്പർ മറ്റുള്ളവരോട് മൈക്ക് വഴി സംസാരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻ സ്കിപ്പർ ആണ് സംസാരിക്കുന്നത്. ഒരു നല്ല വാർത്തയുണ്ട്, നമ്മുടെ പ്ലെയിൻ ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ ക്രാഷ് ലാൻഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞതും ഫ്ലൈറ്റ് എഞ്ചിനൊക്കെ ഓഫായി താഴേക്ക് വീഴാൻ തുടങ്ങുകയും സ്പീഡിൽ താഴേക്ക് ജെറ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ പേടിക്കുന്നുണ്ടെങ്കിലും ജൂലിയൻ രാജാവ് ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കുന്നത് കാണുമെന്നോർത്ത് വളരെയധികം സന്തോഷിക്കുകയാണ്. എന്നാൽ കാറ്റിന്റെ ശക്തി കൊണ്ട് ഡോറൊക്കെ പൊളിഞ്ഞ് മൗറിസും ജൂലിയനും അങ്ങ് തെറിച്ചു പോയതും അവർ പാരച്യൂട്ടിൽ രക്ഷപ്പെടുന്നു. പ്ലെയിനിലുള്ള മറ്റേ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ വളരെയധികം പേടിക്കുന്നതിനിടെ അലക്സ് മാർട്ടിയോട് ഒരു കാര്യം പറയുന്നു. എടാ, ഇത് വീണ നമ്മൾ എല്ലാവരും മരിക്കും, അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിയുടെ പണ്ടെങ്ങാനോ പൊട്ടിച്ച ഒരു പാട്ട് കേൾക്കുന്ന സാധനം ഞാനാണെന്ന് അലക്സ് പറഞ്ഞതും മാർട്ടി അത് കേട്ട് അതിനിടക്ക് തല്ലുണ്ടാക്കാൻ വരികയാണ്. എന്നാൽ മേൽമാൻ അവന് ഗ്ലോറിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ്. ഈ സമയം ഫ്ലൈറ്റ് ആണെങ്കിൽ താഴേക്ക് വീഴാനെത്തിയതും അലക്സ് ഒക്കെ പേടിച്ച് നിൽക്കുകയാണ്. കിപ്പറാണേൽ വളരെ കൂളായിക്കൊണ്ട് അടുത്തുള്ള പ്രതിമയോടൊക്കെ സംസാരിച്ചുകൊണ്ട് റീക്കോയോട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറഞ്ഞതും റീക്കോ ഫ്ലൈറ്റ് നേരെയാക്കുകയും ടയറൊക്കെ ശരിയാക്കിയതും കിപ്പർ ഇറക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും പതിയെ താഴ്ത്താൻ പറഞ്ഞതും കുറച്ച് കൂടിപ്പോകുന്നു. ഇതോടെ ഫ്ലൈറ്റ് ഇടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിപ്പറാണേൽ പതിയെ ഇറക്കാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു മരത്തിനൊക്കെ അടിച്ച് പകുതിയായി പോവുകയും അവരുള്ള ഭാഗം നേരെ ഒരു കൊക്കയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതോടെ ഫ്ലൈറ്റ് താഴേക്ക് പോകുമ്പോൾ കിപ്പർ അവരോട് എമർജൻസി പാരഷൂട്ട് ഓൺ ചെയ്യാൻ പറയുകയും അവർ അതുപോലെ ചെയ്യുകയും ചെയ്യുന്നു. ഇതോടെ പതിയെ അവർ താഴേക്ക് എത്തിയിരിക്കുകയാണ്. അലക്സും കൂട്ടരും ഒക്കെ ആണെങ്കിൽ പേടിച്ച് അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഒന്നും അറിയാത്ത ഗ്ലോറിയ ഉറക്കത്തിൽ നിന്നും എണീക്കുകയും നമ്മളിതെവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുന്നു. മാർട്ടിയും അലക്സും മെൽമനും വിറച്ചുകൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുകയും നമ്മളിത് എവിടെയാണെന്നും പറയുന്നു. ഈ സമയം പെൻഗിൻസിലെ കോവാസ്കി നമുക്ക് 2 യാത്രക്കാരെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതും 2 പേരെയല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നും കിപ്പറും പറയുകയും പെൻഗിൻസിനെ പറക്കാൻ പറ്റില്ല എന്ന് ആരാടാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആഘോഷിക്കുകയാണ്. എന്നാൽ അലക്സ് അങ്ങോട്ടേക്ക് വരികയും നിങ്ങൾ ഇതെന്തുവാ കാണിക്കുന്നേ, നമ്മള് ന്യൂയോർക്കിലേക്ക് ഇനി എങ്ങനെ പോകുമെന്ന് ചോദിച്ചതും ഫ്ലൈറ്റ് ശരിയാക്കിയാൽ പോവാമെന്നും അവർ പറയുന്നു. അപ്പോ ഇത് ശരിയാക്കാൻ എത്ര സമയം പിടിക്കും എന്ന് അലക്സ് ചോദിച്ചതും ഒരു 9 മാസത്തിന്റെ ഉള്ളിൽ ശരിയാക്കാമെന്ന് അവർ പറയുന്നത് കേട്ട് അലക്സ് ആകെ ഞെട്ടുകയും നിങ്ങളോടാരാ ഇങ്ങനെയൊക്കെ ഫ്ലൈറ്റ് ഓടിക്കാൻ പറഞ്ഞെന്ന് പറയുകയും അലക്സ് ആകെ അവരോട് ചൂടാവുകയും ചെയ്യുന്നു. അത് കേട്ട അവരാണെങ്കിൽ എന്നാ പിന്നെ നീ ശരിയാക്ക്, അതിന് നിന്നെ കൊണ്ട് പറ്റുമെന്ന് കിപ്പർ ചോദിച്ചതും അലക്സ് ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ഒഴിഞ്ഞു മാറിക്കളയുന്നു. കിപ്പറാണേൽ ഫ്ലൈറ്റിൽ നിന്നും ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുരങ്ങന്മാരോട് നിങ്ങളും ഇത് ശരിയാക്കാൻ കൂടെ നിൽക്കണമെന്നും പറയുന്നു. അങ്ങനെ അലക്സും കൂട്ടരുമാണേൽ ഒന്നിച്ച് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടി വന്ന് അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങ് പോകുന്നു. ഇതോടെ ആളുകളെ കണ്ട സന്തോഷത്തിൽ അലക്സും കൂട്ടരും അവരുടെ പുറകെ തന്നെ ഓടുകയാണ്. അങ്ങനെ അലക്സ് വേഗത്തിൽ വണ്ടിയുടെ അടുത്തേക്ക് ഓടിയതും മഡഗാസ്കർ 1-ൽ അലക്സിനെ തല്ലിയ അമ്മൂമ്മയാണ് ആ വണ്ടിയിൽ ഉള്ളത്. അമ്മൂമ്മയ്ക്കാണെങ്കിൽ അവനെ കണ്ടതും ഇത് അവൻ തന്നെയാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ വണ്ടിക്കടുത്തെത്തിയ അലക്സിനെ അമ്മൂമ്മ ഇടിച്ചതും അലക്സ് അവരെ വണ്ടിയിൽ നിന്നും വലിച്ചിങ്ങി ഇട്ടിരിക്കുകയാണ്. അതോടെ അവനാണെങ്കിൽ അവരെ തല്ലിയതും അവരും അവനെ ഒരുപാട് ഇടിക്കുകയും അവന്റെ ഒരു പല്ലങ്ങ് പോവുകയും ചെയ്യുന്നു. ഇതോടെ അവനും അവരെ ഒരുപാട് ഇടിക്കുകയും അവരുടെ വെപ്പ് പല്ല് കഴിഞ്ഞങ്ങ് വീണു പോകുന്നു. അങ്ങനെ ദേഷ്യം വന്ന അമ്മൂമ്മയാണെങ്കിൽ അവനെ കാറക്കിയൊക്കെ അടിച്ച് അവിടെ നിന്നും നടന്ന്
വണ്ടിയിൽ കയറി അങ്ങ് പൊക്കളയുന്നു. പക്ഷേ അമ്മൂമ്മയുടെ ബാഗ് ഇപ്പോഴും അലക്സിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിൽ എന്താണുള്ളതെന്ന് അവൻ നോക്കിയതും അതിൽ നിന്നും അവന് ഫോൺ കിട്ടുകയും എമർജൻസിയിലേക്ക് വിളിക്കുമെങ്കിലും കാർഡായതുകൊണ്ട് നെറ്റ്വർക്ക് ഒന്നും കണക്ട് ആവുന്നില്ല. അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവരെ പോലെയുള്ള ഒരുപാട് മൃഗങ്ങളെ അവരവിടെ കാണുകയും ജീബറുകളെയൊക്കെ കണ്ട് സത്യത്തിൽ ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് മാർട്ടി ചോദിച്ചതും ഇത്തവണ തെറ്റില്ല, ഇത് തന്നെയാണ് സാന്റിയാഗോ എന്ന് മെൽബൻ പറഞ്ഞതും ഈ സ്ഥലം കണ്ടു പരിചയമുണ്ടെന്ന് അലക്സും പറഞ്ഞതും എനിക്ക് തോന്നുന്നത് ഇതാണ് ആഫ്രിക്ക എന്നാണ്. സത്യത്തിൽ നമ്മൾ എവിടെയാണ് ജീവിക്കേണ്ടതെന്ന് മാർട്ടി പറഞ്ഞതും എടാ ഇവിടെ കണ്ടപ്പോ ഞാനിവിടെ മുൻപുള്ളതായി തോന്നുന്നു എന്ന് അലക്സ് പറഞ്ഞുകൊണ്ട് ആ മൃഗങ്ങളുടെ ഇടയിലേക്ക് അവർ ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. അവരെ കണ്ടതും മറ്റ് മൃഗങ്ങളൊക്കെ നോക്കുമ്പോൾ അലക്സ് സൂവിൽ കാണിക്കുന്നത് പോലെ കാണിക്കുകയും അവൻ ഡാൻസ് ഒക്കെ കളിക്കുകയും ചെയ്യുന്നു. ഇതോടെ മറ്റ് പെൺസിംഹങ്ങളൊക്കെ ഇത് കണ്ടിട്ട് ഇവരെന്താ കാണിക്കുന്നതെന്നൊക്കെ എല്ലാവരും മനസ്സിൽ കരുതുകയാണ്. അലക്സ് ആണെങ്കിൽ അവന്റെ ഭാഷ ഇവർക്ക് മനസ്സിലാവില്ല എന്ന് കരുതി ആംഗ്യ ഭാഷയിലൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചതും നിങ്ങൾ എവിടെന്നാ വരുന്നതെന്നൊക്കെ അവർ ചോദിക്കുന്നു. ഞങ്ങള് ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്ക് സൂയിൽ നിന്നാണെന്നും അലക്സ് പറയുന്നു. അപ്പോഴേക്കുമാണെങ്കിൽ ഒരു സിംഹം അങ്ങോട്ടേക്ക് വന്ന് വലിയ ഗർജനമൊക്കെ ഗർജിക്കുമ്പോൾ അവസാനം കൊരച്ചങ്ങ് പോകുന്നു. ശേഷം എന്താ ഇവിടെ പ്രശ്നമെന്നൊക്കെ എല്ലാവരോടും ചോദിച്ചതും ഇവര് പുറത്തുനിന്ന് വന്നതാണെന്ന് ആന പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഈ കാടിന് പുറത്ത് മുഴുവൻ വേട്ടക്കാരല്ലേ എന്ന് ചോദിച്ചതും ഞങ്ങള് അവരെയൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മുൻപ് ഇവിടെ കണ്ടതുപോലെ അലക്സ് നോക്കുകയാണ്. അയാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊന്നും നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയും എവിടെന്നാ വന്നതെന്ന് വെച്ചാല് അങ്ങോട്ട് തന്നെ പൊക്കുമെന്നും പറയുന്നു. ഇതോടെ നിങ്ങളുടെ മാനേജർ ആരാ, അവരോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് അലക്സ് അയാളോട് ചോദിച്ചതും നീ എന്നെ ചലഞ്ച് ചെയ്യുവാണോ എന്ന് അയാൾ ചോദിക്കുകയും ആകെ ചൂടാവുകയും ചെയ്യുന്നു. ഇതിനിടെ സൂബ അവനെ വിടെന്ന് പറഞ്ഞ് ഒരു പെൺസിംഹം അവരുടെ ഇടയിലേക്ക് കയറുകയും അലകായ് മോനെ ഇത് നീയാണോ എന്ന് അമ്മ ചോദിക്കുമെങ്കിലും ഞാൻ അലക്സ് ആണെന്ന് അവൻ പറയുന്നു. അമ്മയാണെങ്കിൽ അവന്റെ കൈയടയാളം കണ്ട് അത് സൂബയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് എന്റെ മകനാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് സൂബയ്ക്ക് മനസ്സിലാവുന്നത്. ഇതോടെ അലക്സ് അവന്റെ അമ്മയും അച്ഛനെയും കണ്ട സന്തോഷത്തിൽ അവരെ കെട്ടിപ്പിടിക്കുകയും ആകെ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതിനിടെ മാർട്ടിയും അച്ഛ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കണ്ട കാട്ടിലെ മൃഗങ്ങളും ഒരുപാട് സന്തോഷിക്കുന്നു. ഇതൊക്കെ ദൂരെ നിന്നും മക്കുങ്ക കാണുകയും അലകായ് തിരിച്ചെത്തിയെന്ന് പറഞ്ഞ് അവനും ആഘോഷിക്കുന്നത് കണ്ട് എടാ നിനക്കവനെ ആദ്യം തീരെ ഇഷ്ടമില്ലായിരുന്നല്ലോ, പിന്നെന്താ ഇപ്പൊ ഒരു സ്നേഹമെന്ന് ചോദിച്ചതും എടാ എനിക്കവനെ ഇപ്പോഴും ഇഷ്ടമില്ല, പക്ഷേ അവനെ വെച്ച് എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും പറയുന്നു. അപ്പോഴാണ് ഒരു പക്ഷിയുടെ മേലെ കയറി മൗറിസും ജൂലിയനും അങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് ന്യൂയോർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ഡാൻസും കളിച്ച് ചാടി നടക്കുകയാണ്. മാർട്ടിയാണെങ്കിൽ അവനെ പോലെയുള്ള മൃഗങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുകയും എന്റെ പേര് മാർട്ടിയാണെന്നും പറയുന്നു. അതുപോലെ തന്നെ മെൽമനും അവന്റെ കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഗ്ലോറിയ അവളെ പോലെയുള്ള പെൺകുട്ടികളോട് ഓരോന്നൊക്കെ സംസാരിക്കുന്നു. ഈ സമയം സൂബ അലക്സിനെ സിംഹങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും എന്റെ മകൻ ന്യൂയോർക്കിലെ വലിയ രാജാവാണെന്നും പറഞ്ഞുകൊണ്ട് അവനോട് ഗർജിക്കാൻ പറയുകയും അവൻ ഓരോ പോസൊക്കെ ഇട്ട് ഗർജിക്കുകയും ആൾക്കാരൊക്കെ അത് കണ്ട് കൈയടിക്കുകയും അവനെ അവർ പൊക്കിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആ സമയം മാർട്ടി അവന്റെ കൂട്ടത്തോടൊപ്പം സന്തോഷത്തോടെ കാട് മുഴുവനും ഓടിക്കാണുന്നു. മെൽമനാണെങ്കിൽ ഞാൻ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞതും കൂടെയുള്ളവർ അവനെ ഡോക്ടറിനെ കാണാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒരുക്കുകയാണ്. അപ്പോഴാണ് ഗ്ലോറിയുടെ അടുത്തേക്ക് മോട്ടോ എന്ന് പറഞ്ഞ ഒരുത്തൻ വരുന്നത്. അവനെ കണ്ടതും ഗ്ലോറിയക്കും അവനെ ഇഷ്ടമാവുകയും അവനും അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഓരോന്നൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അലക്സിനെ ആണെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോകുന്നതിനിടെ മക്കുങ്കയുടെ അടുത്തെത്തിയതും അവൻ പിടിക്കാതെ അലക്സ് അങ്ങ് വീണു പോകുന്നു. അങ്ങനെ അലക്സ് ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ എഴുന്നേറ്റതും മക്കുങ്ക സംസാരിക്കാൻ തുടങ്ങുന്നു. സൂബ ഞാനിതിപ്പോ പറയുന്നുണ്ടെന്നും തോന്നരുത്, നീ നമ്മളുടെ ആചാരമൊക്കെ മറന്നോ എന്ന് ചോദിച്ചതും അയ്യോ ഞാനതങ്ങ് മറന്നുപോയേ എന്ന് സൂബ പറഞ്ഞതും എന്താ സംഭവം എന്നൊക്കെ അലക്സ് ചോദിക്കുന്നു. ഇതോടെ അത് പറയാൻ തുടങ്ങുകയാണ്. യുവാക്കളായ സിംഹങ്ങൾ അവരുടെ കഴിവുകൾ മറ്റൊരു സിംഹവുമായി മത്സരിച്ചുകൊണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. ഇത് കേട്ട അലക്സ് ആണെങ്കിൽ ഡാൻസ് മത്സരമായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ആകെ സന്തോഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലക്സും കൂട്ടരും ഒന്നിച്ചു ചേർന്ന് അവിടെ ഇരിക്കുകയും നമ്മൾ ശരിക്കും ഇവിടെയായിരുന്നു ജീവിക്കേണ്ടതെന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പെൻഗിൻസിനെയാണ്. അവരിപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്ന ജീപ്പ് അടിച്ചു മാറ്റാനായി പ്ലാൻ ചെയ്ത് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ദൂരെ നിന്നും ജീപ്പ് വരുന്നത് കണ്ടതും കൂടെയുള്ള ഒരുത്തനെ ജീപ്പിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ ജീപ്പാണെങ്കിൽ അവനെ കാണാതെ വന്ന് ഇടിച്ചതും മേലേക്ക് സോസൊക്കെ പുരട്ടി ഒരു മുട്ടയും അങ്ങ് പൊട്ടിച്ചു വെക്കുന്നു. ഇതോടെ ജീപ്പിന്റെ ഡ്രൈവറും കൂടെയുള്ള ടൂറിസ്റ്റേഴ്സ് ഒക്കെ അങ്ങോട്ടേക്ക് ഓടി വന്ന് അവന്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ വണ്ടി അടിച്ചു മാറ്റാൻ വേണ്ടി കിപ്പറും ടീമും വണ്ടിയിലേക്ക് എത്തുകയും ചാവിയില്ലാത്തതുകൊണ്ട് വണ്ടിക്ക് പാർക്കുണ്ടാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും മറ്റേ ഡ്രൈവറാണെങ്കിൽ ഇടിച്ചവന് കൃത്രിമ ശ്വാസം കൊടുക്കുന്നു. അയാളാണെങ്കിൽ അവനെ ഊതി വീർപ്പിച്ചതും ബലൂണ് പോലെ അങ്ങ് വണ്ടിയിലേക്ക് എത്തിയതും ഒറ്റയടിക്ക് റിവേഴ്സ് എടുത്തുകൊണ്ട് അങ്ങ് പൊക്കളയുന്നു. അപ്പോഴാണ് അതിലുള്ള അമ്മൂമ്മ ഉറക്കം എഴുന്നേൽക്കുന്നത്. പെൻഗിൻസിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്തതുകൊണ്ട് അമ്മൂമ്മയെ അടിച്ചങ്ങ് പുറത്തേക്ക് ഇടുകയും കുത്തി തീർപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. വീണ അമ്മൂമ്മയുടെ അടുത്തേക്ക് മറ്റ് ടൂറിസ്റ്റേഴ്സ് ഒക്കെ എത്തി എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ചോദിക്കുകയും നിലത്തു നിന്നും കിട്ടിയ അമ്മൂമ്മയുടെ ബാഗ് ഒരുത്തൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ ജീപ്പ് ഡ്രൈവർ നമ്മൾ ഇവിടെ തന്നെ 4 മണിക്കൂറോളം നിൽക്കേണ്ടി വരും, കാരണം അടുത്ത ജീപ്പ് അത്രയും ലേറ്റ് ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞതും അമ്മൂമ്മ
കാട്ടിലേക്ക് അങ്ങ് നടന്നു പോവുകയാണ്. കൂടെയുള്ള ഒരുത്തൻ നിങ്ങളെങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിച്ചതും ഇവിടെ നിന്ന് ഏതെങ്കിലും മൃഗങ്ങൾ പിടിച്ച് നമ്മൾ ചാവും, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ മറ്റുള്ളവരും കൂടെ പോകുന്നു. അങ്ങനെ അന്ന് രാത്രി ആയതും അലക്സ് കുട്ടിക്കാലത്ത് കടന്നിരുന്ന സ്ഥലം അച്ഛനും അമ്മയും അവന് സർപ്രൈസായി കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട അവനാകെ സന്തോഷമാവുകയും അവിടെയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അവന് ഓർമ്മ വരുമ്പോ ഈ കൈയടയാളം എന്റേതാണോ എന്ന് അവൻ ചോദിച്ചതും അത് നിന്റെയാണെന്ന് അമ്മ പറയുകയും നീ ആ കൈയടയാളം പതിപ്പിച്ച ദിവസമായിരുന്നു നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോ എനിക്കെന്താ സംഭവിച്ചതെന്ന് അലക്സ് അവരോട് ചോദിക്കുന്നു. എല്ലാം എന്റെ തെറ്റാണ്, ഞാൻ നിന്നെ ശ്രദ്ധിക്കാത്തോണ്ടാണ് മനുഷ്യന്മാര് നിന്നെ പിടിച്ചത് എന്ന് അയാൾ പറയുന്നതിനിടെ അത് നിങ്ങളുടെ തെറ്റൊന്നുമല്ല എന്ന് അമ്മ പറയുകയും നീ പോയപ്പോ അച്ഛൻ മാസങ്ങളോളമാണ് ഈ കാട് വിട്ട് വേട്ടക്കാരെ അന്വേഷിച്ചത്, അങ്ങനെ എത്ര നോക്കിയിട്ടും നിന്നെ കാണാത്തോണ്ട് ഞാൻ കരുതി നീ മരിച്ചു പോയെന്ന്. പക്ഷേ നീ വലിയൊരു രാജാവായിട്ടാണ് തിരിച്ചു വന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ സന്തോഷിക്കുകയും അവന്റെ കുട്ടിക്കാലത്തെ ഒരു പുതപ്പൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് നാളെ നീ നേരത്തെ എഴുന്നേൽക്കണം, എന്നിട്ട് നിന്റെ കഴിവുകളൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അമ്മയും അച്ഛനും കെട്ടിപ്പിടിക്കുകയും അവിടെ നിന്നും ഉറങ്ങാനായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആ പുതപ്പ് നോക്കി സന്തോഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാട്ടിൽ പെട്ടുപോയ മനുഷ്യന്മാര് വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ പെട്ടെന്ന് അവരെ പോലെ തന്നെ അവിടെ കുടുങ്ങിപ്പോയ കുറച്ച് മനുഷ്യരെ അവർ കാണുകയും നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ജീപ്പ് പെൻഗിനുകൾ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞതും ഞങ്ങൾക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്, ഇനി നമ്മൾ എന്താ ചെയ്യാ, കിടക്കാൻ സ്ഥലവും ഇല്ല ഫുഡും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരാകെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അമ്മൂമ്മ അവിടെ തീയിട്ടതിന് ശേഷം അവരെ അങ്ങോട്ടേക്ക് വിളിക്കുകയും നമ്മൾക്ക് വേണ്ട ഫുഡ് നമ്മൾ കണ്ടെത്തും, നമ്മൾക്ക് വേണ്ട വെള്ളവും നമ്മൾ കണ്ടെത്തിയിരിക്കും, കാരണം നമ്മൾ ന്യൂ ഇയർ കേസാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ആകെ ആവേശം കൊടുത്തിരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് രാവിലെയാണ്. നമ്മളുടെ ഫ്ലൈറ്റിൽ നിന്നും തെറിച്ചുപോയ മോർട്ട് കടലിൽ നിന്നും കരയിലേക്ക് നീന്തി കയറിയതും അവനെ പിടിക്കാൻ വേണ്ടി ഒരു ഷാർക്ക് പുറകെ തന്നെ വരികയും അവൻ അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ട് പോയിരിക്കുകയാണ്. ഈ സമയം കാണിക്കുന്നത് ഒരുപാട് ടൂറിസ്റ്റ് ജീപ്പ് അടിച്ചോണ്ട് വന്ന പെൻഗിൻസിനെയാണ്. അവരിത് അടിച്ചോണ്ട് വന്നത് ഫ്ലൈറ്റ് റെഡിയാക്കാൻ വേണ്ടിയാണ്. പക്ഷേ എല്ലാ പാർട്സ് കിട്ടിയിട്ടും നമ്മളിത് ശരിയാക്കി എടുക്കാൻ 9 വർഷമൊക്കെ എടുക്കാമെന്നൊക്കെ കൊവാസ്കി പറഞ്ഞതും കിപ്പർ മറ്റേ കുരങ്ങന്മാരെ വിളിക്കുന്നു. കുരങ്ങന്മാരാണെങ്കിൽ പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അവരുടെ മുഴുവൻ കൂട്ടത്തെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് കണ്ട സ്കിപ്പറിനാകെ ആവേശമാവുകയും എല്ലാവരോടും പണി തുടങ്ങിക്കോന്നും പറയുന്നു. ഈ സമയം അലക്സ് ഡാൻസ് പരിപാടിയാണെന്ന് കരുതിക്കൊണ്ട് അവര് കൊടുത്ത സാധനങ്ങളൊക്കെ മേലേക്ക് വാരി പൊത്തുകയാണ്. അപ്പോഴാണ് മക്കുങ്ക അങ്ങോട്ടേക്ക് വരുന്നത്. മക്കുങ്ക അവനെ കണ്ടതും എന്തൊക്കെയുണ്ട് മോനെ, നീ എതിരാളിയെ തെരഞ്ഞെടുത്തോ എന്ന് ചോദിച്ചതും ആരെയും തെരഞ്ഞെടുത്തിട്ടൊന്നുമില്ല, എനിക്ക് നന്നായി ഡാൻസ് കളിക്കാൻ അറിയാം, അതുകൊണ്ട് ഇവിടെ ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്നത് ആരാ, അവനെ തന്നെ അങ്ങ് തോൽപ്പിച്ചു കളയാമെന്ന് അലക്സ് പറയുന്നത് കേട്ട് ഇവന് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് മക്കുങ്കയ്ക്ക് മനസ്സിലാവുകയും ഞാനാണെങ്കിൽ ടീറ്റ്സിയെയാണ് എതിരാളിയായി തെരഞ്ഞെടുക്കുക, എന്നാ പിന്നെ നീ പോയി വാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ പോരാട്ടത്തിനായി അവൻ അങ്ങോട്ടേക്ക് എത്തിയതും നിന്റെ എതിരാളിയായി ആരെയാണ് നീ തെരഞ്ഞെടുക്കുന്നതെന്ന് അച്ഛൻ അവനോട് ചോദിച്ചതും ഒന്നും ചിന്തിക്കാതെ ടീറ്റ്സിയാണെന്ന് അവൻ പറയുന്നത് കേട്ട് എല്ലാ സിംഹങ്ങളും ഞെട്ടിപ്പോകുന്നു. അമ്മയാണെങ്കിൽ ടീറ്റ്സി ഒന്നും വേണ്ടെന്ന് പറയുമ്പോ എന്റെ മകൻ ആര് വന്നാലും ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ടീറ്റ്സിയെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അവിടെയുള്ള ഏറ്റവും മസിലുള്ള സിംഹമാണ് ഇപ്പോൾ അവനെതിരെ വന്നിരിക്കുന്നത്. അലക്സിനാണെങ്കിൽ അവനെ കണ്ടിട്ടൊന്നും ഒരു പേടിയുമാവുന്നില്ല, കാരണം അവൻ കരുതുന്നത് ഇതൊരു ഡാൻസ് മത്സരം ആയിരിക്കുമെന്നാണ്. അങ്ങനെ അവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ടിട്ട് അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അച്ഛൻ അവനോട് തിരിഞ്ഞു നോക്കാൻ പറയുന്നതിനിടെ ടീറ്റ്സി അവനെ ഇടിച്ചങ്ങ് ഇട്ട് കളയുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പാർട്ടുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ എൻ.